എന്നോട് ചോദിച്ച കാശ് വല്ലതും വേണമെന്നാണ് ചോദിച്ചത്. മറുകണ്ഠം ചാടിക്കോ, ഞാൻ ഏറ്റതിൻ്റെ കാര്യം ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞു. എവിടുന്ന് തെണ്ടിയിട്ടാണല്ലോ നിനക്ക് ഞാൻ അതിനുള്ള പരിപാടി കണ്ടുപിടി. നിനക്ക് കാശ് പോരെ, വേറെ ആരും കേൾക്കണ്ട, നമ്മൾ രണ്ടുപേരും പറഞ്ഞാൽ മതി. എത്ര രൂപ വേണം, എത്ര നിനക്ക് പറമ്പ് വല്ലതും വേണോ, നീ വാടകയ്ക്കാ. നീ പക്ഷേ ഞങ്ങൾ വേറൊരു കാര്യമാണ്, നമ്മുടെ കൂടെ ഇതുകൊണ്ട് ഈ കൂലിപ്പണി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ക്രിസ്ത്യാനി നമുക്ക് ഹിന്ദുവിനൊന്നും നീ തെറി പറയണ്ട. നീ നിൻ്റെ ജീവിതം അങ്ങ് നയിച്ചാൽ മതി. വാ, തമാശയായിട്ട് പറയാം, നീ വാ കേട്ടോ. ആലോചിച്ച് ശരിക്കും ആലോചിക്കും, കുടുംബമായിട്ടിരുന്നിട്ട് എല്ലാ പിള്ളേരും കുട്ടികളെല്ലാം ഇട്ടിരുന്ന് ആലോചിക്കും. കാര്യം നിന്നെ അവർ ചുമ്മായിട്ടുണ്ട് പേപ്പട്ടിയെ പോലെ ഇട്ടിട്ട് എന്താ അവർ കാണിക്കുന്നത്. നീ സ്വന്തമായിട്ടൊന്നും, നീ മനുഷ്യനാണെന്നുള്ള സ്നേഹം കൊണ്ടിട്ട് പറയൂടാ. നീ ഒരു നാൽക്കാലിയാണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തോട്ട് വരുമോ പറയൂ. നീ ഒരു മനുഷ്യനല്ല, നിന്നെ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല. നീ ഒരു നീ പോട്ടെ, നീ ഞാൻ എന്നോട് പറഞ്ഞേക്ക്. നീ അവരുടെ ഒന്നും മനസ്സിൽ നിന്നിട്ട് ഈ പഴയ മറ്റേ ഈ പിന്നെ കൂലിപ്പണിയും അത് പോട്ടെ, എന്താ പറയുക, ഇതുണ്ടല്ലോ ഈ ഈ അടിമത്വം, അതൊന്നും അവരുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടുള്ള ആളുകളല്ല. ഞാനൊക്കെ അവരോട് ജീവിച്ചല്ലേ, എനിക്കറിയാം അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത്. ചുമ്മാ തൊലിച്ച് കാണിക്കുമെന്നുള്ളതേ ഉള്ളൂ. നീ മറുകണ്ഠം നമ്മളോട് വന്ന് കാണും, നമ്മളെങ്ങനെ ആൾക്കാരെ കാണുന്നതെന്നുള്ളത്. അവിടെ നീ പോരെ, ഞാൻ പറഞ്ഞേ, നീ പോരെ. നിൻ്റെ കാര്യം നിനക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള പരിപാടി പോരെ, അത് നമ്മൾ ചെയ്തു തരാം.